ഹൈ ഗായ്സ്, അന്നേരം നമ്മളിന്ന് നമ്മുടെ സിവിൽ സാർ, റോഷൻ സാർ, അജൻ സാറിന് കൂടെ എവിടെ കാണാൻ വന്നേക്കുവാ? എവിടെ എവിടെ സ്ഥലം പറ, ഉറക്കം പറ. എന്തുവാ സ്ഥലത്തിന്റെ പേര്? വാഗമൺ കാണാൻ വന്നേക്കുവാണ് ഗായ്സ്. നമ്മുടെ സ്വന്തം നാടായ പാലായി നീരാട്ടുപേട്ട താണ്ടി വാഗമൺ അതെ അതെ. നേരെ താഴെ വെള്ളമുണ്ട് റോസിനെ കുളിപ്പിക്കുന്നുണ്ട്. കുളിക്കാൻ വരപ്പില്ലാത്ത അതെ ഗൈസ്, നമ്മൾ ബോട്ടിങ് ചെയ്യാന്ന് സിവലിനോട് പറഞ്ഞ ഗൈസ്. സിവലിന് പേടിയാണ് ഗൈസ്, പേടിയാണ് ഗൈസ്. ഹലോ ഗൈസ്, ടോക്കി പെയിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ള വാഗമണിലാണ്. നമുക്ക് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ട്രിപ്പാണ്. എന്നാലും ഇത് എവിടം വരെ ചെല്ലുമോ നമുക്ക് കണ്ടറിയാം. അതെ. എടാ, ഞാനിവിടുത്തെ സ്ഥലം മേടിക്കാൻ പോവാം. എന്നിട്ട് ഇതുപോലെ ആക്കാൻ പോവാ. ചുമ്മാ കുറച്ച് വഴി പണിയാ, കുറച്ച് കാട് പണിയാ. അത് ശരിയാ. എടാ, ഞാൻ പറയട്ടെ, ഈ ബോട്ടിംഗ് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഇഷ്ടംപോലെ ബോട്ടിങ് ഞാൻ നടത്തിയിട്ടുണ്ട്. നീ എവിടെയാ പോയെ? ഇഷ്ടംപോലെ വേണേൽ ബോട്ടെ കയറി ഇരിക്കാം. കെട്ടയച്ചു വിടുവാണെങ്കിൽ പോവുകയും ചെയ്യാം. അപ്പുറത്തെ കയറി പോയിരിക്കാം. രണ്ടാളൊന്നും അല്ല, ഇത് 4-5 പൊക്കമുണ്ട്. 5 പൊക്കമുണ്ട്. ഇത് ഇത് 5 പൊക്കമുണ്ട്. എന്ന് പറഞ്ഞാടാ ഇപ്പൊ എനിക്ക് തന്നെയാണ് വെയിറ്റ് എന്ന് തോന്നതാ. ഇനി പൊങ്ങൂല. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതെന്റെ പോക്കറ്റിൽ. ഇപ്പൊ എനിക്ക് തന്നെയാണ് വെയിറ്റ് എന്ന് തോന്നതാ. ഇനി പൊങ്ങൂല. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതെന്റെ പോക്കറ്റിൽ. അതല്ലടാ, ഇതിന് പറ്റിയ പാട്ട് വേറെയാ. പച്ചക്കുതിരക്കകത്ത പാട്ട്. അതേതാ?
എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. എടാ നീ കാല് നീട്ടി വെച്ചോടാ സിമലെ. വീട്ടിൽ വെച്ചാലേ കാര്യമുള്ളൂ. 3 ഇള്ളാപ്പിള്ളകളെ കണ്ടോ ഗൈസ്? ഇല്ലടാ പോടാ പോട്ടെ. എന്റെ ഹോസ്പിറ്റലിൽ ആരോ അടച്ചോ? അങ്ങോട്ട് വന്നേ കേട്ടോ. ഞാൻ വയറിലാവും, ഞാൻ പറയാല. ഗൈസ് സിമലിന് ഈ കാടിന്റെ കഥ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾക്കാട്ടിലോട്ട് കൊണ്ടുപോകാതിരുന്നത്. സിമലെ പറ ഗൈസ്. ഉൾക്കാട് സേഫ് അല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ഉൾക്കാട്ടിൽ പോകരുത്. ഞങ്ങൾ ഇവിടുത്തെ വാതൊക്കെ വരെ വന്നിട്ട് തിരിച്ചു പോവാ. അതെ ഗൈസ്. ഗൈസ് റോഷന് ദാഹിക്കുന്നെന്ന്. ആടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കരിയല്ലേ വിഷയമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇവര് വേലി കയറണമായിരുന്നു. എടാ വേലി ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. എടാ കാടിന്റെ അപ്പുറത്തെത്തിടാ. എടാ ഞാൻ പറയട്ടെ, പൈൻമരക്കാടിന്റെ അപ്പുറത്തെത്തി. അത് ശരി കേട്ടോ, പച്ചില പാമ്പുകളെല്ലാം കാണും. അതെ അതെ. പല വഴിയാണ്, പല വഴിയാണ്. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. എഴുതി വെച്ചാൽ തന്നെ എഴുതി വെച്ചിട്ട് പോകുന്നത് എവിടെ നോ പാർക്കിംഗ് ഉണ്ട്. റോഷൻ സാർ ടെൻഷനിലാണ്.
ഗൈസ് ഞങ്ങളെ ഉൾക്കാട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ് സിമിൽ പറ്റിച്ച് ഗൈസ്. ഞങ്ങൾ ഏതോ മൊട്ടക്കുന്നിൽ എത്തിച്ച് ഗൈസ്. ഗൈസ് ഇത് എവിടുത്തെ ഉൾക്കാടാണ് ഗൈസ്. ഇതെൻ്റെ പൈമരക്കാടിൻ്റെ അറ്റത്ത് ഞങ്ങളെ സിമിൽ എത്തിച്ച് വെച്ച് ഗൈസ്. ഇതെൻ്റെ പൈമരക്കാടിൻ്റെ അറ്റം. ഗൈസ് നമ്മൾ ഉൾക്കാട്ടിലോട്ട് പോവാണ് ഗൈസ്. സിമലാണ് ഞങ്ങളുടെ. അതെ അതെ ടീം ലീഡർ. പോട്ടെ 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 സിമലെ പോട്ടെ. ഉണ്ട് സിമല് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ് ഗൈസ്. ഇതുണ്ട് സിമല്. ബാക്കി എല്ലാവരും മരത്തെ പിടിച്ച് കിടക്കുമ്പോൾ സിമല് സ്വന്തം കാല് നിന്ന് നടന്നു പോകുന്നു. അതെ അല്ലേ? പറയരുത് മോനൂസേ, ഇതൊന്നും ഞാനല്ല കട്ട് ചെയ്യുന്നത്. നല്ല ആളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ താഴോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗം കാണുന്നില്ല. ഞാൻ ഇപ്പോൾ താഴെ പോകാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പള്ള പിടിച്ച് കിടക്കുകയാണ്. കുഴപ്പമില്ല, ഇവിടെ ഞാൻ ആളൊക്കെ ഉണ്ട്. സൂപ്പർ. അത്യാവശ്യം ചില്ല് ചെയ്യേണ്ടവർക്ക് ചില്ല് ചെയ്യാം. കൂടുതലായിട്ട് പറയണ്ട. ഇപ്പൊ ഞാനോ? എനിക്കറിയാമല്ലോ. എങ്ങനെയുണ്ടോ പൈൻമരക്കാട്? പുളിയാണ്. സിമിൽ സാർ എങ്ങനെയുണ്ടാ? സൂപ്പർ ആടാ. ക്യാമറമാൻ സൂപ്പർ ആടാ. സിമിൽ സാർ മാർസ് പെറ്റൽസിന്റെ ആളാണ്. അതെ, ഞാൻ മാർസ് പെറ്റൽസ് ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ. എനിക്ക് മറ്റേ കുതിരേൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ക്യാമറ എൻ്റെ ഒരു ഏത് ദിവസമായിരുന്നു അടി വന്നത്? മരത്തിന്റെ മണ്ട കയറാം. വെഡി ഫോട്ടോഗ്രാഫി എടുക്കാന് ഇതും കൂടെ വേണമെങ്കിൽ ഇവരൊക്കെ എടുത്തിട്ടാണ് കയറി പോണേ. അതല്ല ഇവിടെ അവരെ പിടിച്ചു നിർത്തിയേക്കുന്നത്. മനസ്സിലായില്ല? പറയടാ, എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ടാ? നിന്നെ ഒന്നും കാണത്തില്ലടാ, നിന്റെ മുഖമെല്ലാം ഓടി